Assalamu alaikum. Hello dear students. Today we are going to learn the new chapter in chemistry, the third chapter, chemical changes. Okay, so before that we have to say the dua for knowledge. Rabbi Yasir, Wala Tu'assir, Watambim bil Khair, Wabika Nasta'inu, Ya Fatahu, Rabbi Sidini Ilma, Rabbi Sidini Ilma, Rabbi Sidini Ilma. Okay, so there are different kinds of changes that takes place around us. Okay, so some of them we can list it. So the first one, the water become water vapor. Okay, then the second one, burning of food. Burning of wood. The third one, rusting of iron. Then melting of wax. Another examples also in the text. We can check some of the examples that given in your textbook, melting of wax. Okay. So the first example, the water become the water vapor. Water എന്തായിട്ട് മാറുന്നു? Water vapor ആയിട്ട് മാറുന്നു. അല്ലേ? So there are two types of changes. രണ്ട് types changes ആണുള്ളത്. Physical changes and chemical changes. There are two types of changes. What are they? Which are they? The physical changes and chemical changes. Okay. So the first one we can consider water become the water vapor. Water vapor ആയിട്ട് മാറുന്നു. അപ്പം വാട്ടർ വേപ്പർ ആയിട്ട് മാറുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? there is no formation of new particles. അല്ലേ? വാട്ടർ വേപ്പർ ആവുമെന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും പുതിയ പാർട്ടിക്കിൾസ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. there is no new particles are formed. അല്ലേ? സോ ഇറ്റ് ഇസ് എ ഫിസിക്കൽ ചേഞ്ച്. അവിടെ പുതിയൊരു പാർട്ടിക്കിൾസ് ഒന്നും ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയും. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ temporary change. The physical change is also a temporary change. So it is a physical change. Okay. So we can check another example. The second example, burning of wood. എന്ത് ചെയ്യുന്നു? wood burn ചെയ്യുന്നു. wood burn ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ്ടാവും? ashes ഉണ്ടാവും. So വുഡ് ബേൺ ചെയ്യുമ്പോൾ എന്താണ്? ദെയർ ഫോംസ് ദ ആഷസ്. അല്ലേ? ആഷ് ഉണ്ടാവുന്നു. അല്ലെങ്കിൽ എന്താണ്? ആഷ് ഉണ്ടാവുന്നു. അപ്പം എന്താണ് അവിടെ സംഭവിക്കുന്നത്? വുഡ് ബേൺ ചെയ്ത് അവിടെ ആഷ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഒരു ന്യൂ സബ്സ്റ്റൻസ്, ദെയർ ഫോംസ് എ ന്യൂ സബ്സ്റ്റൻസ്. വുഡിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടൊരു ന്യൂ സബ്സ്റ്റൻസ് അവിടെ ഫോം ചെയ്യുന്നു. അങ്ങനെ ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. അതുപോലെ തന്നെ ഈ ആഷിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? തിരിച്ച് വുഡാക്കി മാറ്റാൻ പറ്റത്തില്ല. അല്ലേ? ആ ഒരു ചാരത്തിന് നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റുമോ? വുഡാക്കി മാറ്റാൻ പറ്റുമില്ല. സോ ഇറ്റ് ഈസ് എ കെമിക്കൽ ചേഞ്ച്. അതെന്തൊരു ചേഞ്ചാണ്? കെമിക്കൽ ചേഞ്ചാണ്. കെമിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? പെർമനൻറ്റ് ചേഞ്ച് ആണ്. ദ ഫിസിക്കൽ ചേഞ്ച് ഈസ് എ ടെമ്പററി ചേഞ്ച്. അപ്പം വുഡ് ബേൺ ചെയ്ത് ആഷായിട്ട് മാറിക്കഴിഞ്ഞാൽ അതൊരു പെർമനൻറ്റ് ചേഞ്ച് ആണ്. അല്ലേ? അതിന് നമുക്ക് അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? തിരിച്ചതിനെ റിവേഴ്സ് ചെയ്ത് നമുക്ക് ആ ഒരു സബ്സ്റ്റൻസ് ആക്കി മാറ്റാൻ പറ്റത്തില്ല. വുഡ് ആഷായി കഴിഞ്ഞാൽ അത് ആഷാണ്. പിന്നീട് ആഷിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വുഡാക്കാൻ പറ്റത്തില്ല. സോ ഇറ്റ് ഈസ് എ കെമിക്കൽ ചേഞ്ച്. വി ക്യാൻ ചെക്ക് അനദർ എക്സാമ്പിൾ, റസ്റ്റിംഗ് ഓഫ് അയൺ. ഇരുമ്പ് തുരുമ്പിക്കുന്നത്. റസ്റ്റിംഗ് ഓഫ് അയൺ. റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. അല്ലേ? ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. എന്താണ്? ഹൗ വി ക്യാൻ സേ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അയൺ റസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ഫോം ചെയ്യുന്നു? തുരുമ്പ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഈ തുരുമ്പെന്ന് പറയുന്നത് എന്താണ്? തുരുമ്പെന്ന് പറയുന്നത് ഒരു ന്യൂ സബ്സ്റ്റൻസ് ആണ്. അല്ലേ? അപ്പം എന്താണ്? അപ്പോൾ ഇതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. ദെൻ അനദർ എക്സാമ്പിൾ, മെൽറ്റിംഗ് ഓഫ് വാക്സ്. എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ മെഴുക് ഉരുകുന്നു. അല്ലേ? മെഴുകുരുകി കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ഉരുകിയത് എന്താണ്? നമുക്ക് പിന്നെ വാക്സ് ഉരുകി കഴിഞ്ഞാലും അതെന്ത്, അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ ഉരുകി കഴിഞ്ഞാലും അതിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഇറ്റ് ഈസ് എ ഫിസിക്കൽ ചേഞ്ച് ഓർ എ കെമിക്കൽ ചേഞ്ച്? ഇറ്റ് ഈസ് എ ഫിസിക്കൽ ചേഞ്ച്. അതെന്ത് ചേഞ്ച് ആണ്? അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്. ഓക്കെ. സോ ഹിയർ വി ഡിസ്കസ്. അതുപോലെ കുറേ വേറെ എക്സാമ്പിൾസ് ഉണ്ട്. എക്സ്പ്ലോഷൻ ഓഫ് ക്രാക്കേഴ്സ്. പടക്കം പൊട്ടുന്നത്. എക്സ്പ്ലോഷൻ ഓഫ് ക്രാക്കേഴ്സ്. പടക്കം പൊട്ടുക എന്ന് പറയുന്നത് എന്ത് ചേഞ്ചാണ്? ഒരു കെമിക്കൽ ചേഞ്ചാണ്. ദെയർ ഫോംസ് എ ന്യൂ സബ്സ്റ്റൻസ്. ആൻഡ് കട്ടിങ് ഓഫ് വുഡ് കട്ട് ചെയ്യുന്നു. വുഡ് കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ന്യൂ സബ്സ്റ്റൻസ് ഒന്നും ഫോം ചെയ്യുന്നില്ല. അല്ലേ? സോ ഇറ്റ് ഈസ് എ ഫിസിക്കൽ ചേഞ്ച്. അപ്പം
there are two types of changes, that is physical change and chemical change. രണ്ട് തരം ചേഞ്ച് ഉണ്ട്, ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും. ഈ കെമിക്കൽ ചേഞ്ച് തന്നെ വീണ്ടും 3 ടൈപ്സ് ഉണ്ട്. വിച്ച് ആർ ദേ? അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം, പിന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. പിന്നീട് കെമിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ അത് തന്നെ തെർമോ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്, പിന്നീട് എന്താണ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. ഈ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് തന്നെ പിന്നീട് ഇലക്ട്രോളിസിസ്, ഇലക്ട്രോപ്ലേറ്റിംഗ്, അങ്ങനെ അതിന് ഇങ്ങനെ ഡിവിഷൻ ഉണ്ട്. നിങ്ങൾ പ്രധാനമായിട്ട് 2 ചേഞ്ചസ് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. വി വിൽ ലേൺ ഡീറ്റെയിൽഡി ഇൻ ദിസ് ചാപ്റ്റർ അബൌട്ട് ദിസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കെമിക്കൽ ചേഞ്ചസ്. ഓക്കെ, ആൻഡ് ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും. സോ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് എന്തുണ്ട്? കെമിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ ഏതൊക്കെയാണ്? തെർമോ കെമിക്കൽ ചേഞ്ച്, ദർ ഈസ് തെർമോ കെമിക്കൽ ചേഞ്ച്, ഫോട്ടോ കെമിക്കൽ ചേഞ്ച് ആൻഡ് ഇലക്ട്രോ കെമിക്കൽ ചേഞ്ച്. ഇലക്ട്രോ കെമിക്കൽ തന്നെ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് തന്നെ ഇനിയും ഉണ്ട്. ഓക്കെ, സോ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, there are two types of changes, that is physical change and chemical change. So in physical changes only the arrangement of the molecules within the substance changes. Physical change ആ മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്സിന് മാത്രമേ അവിടെ മാറ്റം സംഭവിക്കുന്നുള്ളൂ. അവിടെ ന്യൂ സബ്സ്റ്റൻസ് ദർ ഈസ് നോ ഫോർമേഷൻ ഓഫ് ദ ന്യൂ സബ്സ്റ്റൻസ്. ഫിസിക്കൽ ചേഞ്ചിൽ പുതുതായിട്ട് സബ്സ്റ്റൻസ് ഒന്നും അവിടെ ഫോം ചെയ്യുന്നില്ല. അതിൻ്റെ ജസ്റ്റ് ആ മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്സിന് എന്ത് ചെയ്യുന്നു, ഒരു ചേഞ്ച് വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ന്യൂ സബ്സ്റ്റൻസ് അവിടെ ഫോം ചെയ്യുന്നില്ല. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ എ ടെമ്പററി ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ഓൾസോ എ temporary change, but when we consider the chemical change, there forms the new substance. Chemical change അവിടെ എന്ത് ഫോം ചെയ്യുന്നു? പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഇസ് എ പെർമനൻറ്റ് ചേഞ്ച്. നമ്മൾ പറഞ്ഞില്ലേ, ബേണിംഗ് ഓഫ് വുഡ് അല്ലെങ്കിൽ വുഡ് കത്തി അത് ആഷായിട്ട് ചാരമായിട്ട് മാറുന്നു. പക്ഷേ ഈ ചാരത്തിന് തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വുഡാക്കാൻ പറ്റത്തില്ല. സോ ഇറ്റ് ഈസ് എ കെമിക്കൽ ചേഞ്ച് ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ പെർമനൻറ്റ് ചേഞ്ച്. പെർമനൻ്റ് ആണ്, നമുക്ക് തിരിച്ചെന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനെ വുഡ് ആക്കാൻ പറ്റില്ല. അതൊരു പെർമനൻ്റ് ആയിട്ടുള്ള ചേഞ്ച് ആണ്. വി കാൺ റിവേഴ്സ് ദ കെമിക്കൽ ചേഞ്ച്. കെമിക്കൽ ചേഞ്ചിനെ നമുക്ക് ഒരിക്കലും റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, സോ എന്താണ്? ഡ്യൂറിങ് എ ഫിസിക്കൽ ചേഞ്ച് ദ ചേഞ്ച് ഇൻ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഒക്വേഴ്സ്. ഫിസിക്കൽ ചേഞ്ചിൽ മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റിന് മാത്രമാണ് ഒരു ചേഞ്ച് സംഭവിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ ടെമ്പററി ചേഞ്ച്. ഡ്യൂറിങ് ദ കെമിക്കൽ ചേഞ്ച്. കെമിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻ ദ കേസ് ഓഫ് കെമിക്കൽ ചേഞ്ച് ന്യൂ മോളിക്യൂൾസ് ആർ ഫോംഡ്. കെമിക്കൽ ചേഞ്ചിൻ്റെ സമയത്ത് പുതിയ മോളിക്യൂൾസ് ഉണ്ടാകുന്നുണ്ട്. ഫിസിക്കൽ ചേഞ്ചിൻ്റെ സമയത്ത് അവിടെ ന്യൂ മോളിക്യൂൾസ് ഒന്നും ഫോം ചെയ്യുന്നില്ല. ഓക്കെ, ആൻഡ് എന്താണ്? ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഫിസിക്കൽ ചേഞ്ചിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ച് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലാക്കി മാറ്റാൻ, അല്ലെങ്കിൽ ഒറിജിനൽ അതിൻ്റെ ആ ഒരു ആദ്യത്തെ സ്റ്റേറ്റ് എന്താണോ അതിലേക്കാക്കി മാറ്റാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്. ദർ ഈസ് ഓൾസോ എ എക്സ്പെരിമെൻറ്റ് റിലേറ്റഡ് ടു ദാറ്റ്. ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. സോ ഫോർ ദിസ് എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ടേക്ക് 2 ബീക്കേഴ്സ് എടുക്കുക. ഫിൽ 3/4 ഓഫ് വിത്ത് വാട്ടർ. അതിൻ്റെ ഒരു ഏകദേശം പകുതിയിൽ കൂടുതൽ എന്ത് ചെയ്യുക? വാട്ടർ ഫില്ല് ചെയ്യുക. ദെൻ ഡ്രോപ്പ് എ സ്മോൾ പീസ് ഓഫ് സോഡിയം ഇൻ 1 ബീക്കർ. അതിൻ്റെ ഒരു ബീക്കറിൽ നമ്മൾ സോഡിയം എന്ത് ചെയ്യുന്നു? അതിനകത്ത് ഡിപ്പ് എ സ്മോൾ പീസ് ഓഫ് സോഡിയം, ചെറിയൊരു പീസ് സോഡിയം ആ ഫസ്റ്റ് ബീക്കറിൽ നമ്മൾ ഡിപ്പ് ചെയ്യുന്നു. സെക്കൻഡ് ബീക്കറിൽ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ സോഡിയം ഡിപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ notice the formation of the reaction. Add 2 drops of phenolphthalein in both of the beakers. What do you observe? അപ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പെരിമെൻ്റ് എന്താണ്? വാട്ട് ഈസ് അവർ എക്സ്പെരിമെൻറ്റ്? സോ വി ടേക്ക് 2 ബീക്കേഴ്സ്. നമ്മൾ 2 ബീക്കേഴ്സ് എടുക്കുന്നു. ഓക്കെ, സോ വി ടേക്ക് 2 ബീക്കേഴ്സ്. 2 ബീക്കേഴ്സ് എടുക്കുന്നു. ഫസ്റ്റ് ബീക്കറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ 3/4 നമ്മൾ 2 ബീക്കറിലും ഒരേ അളവിൽ വാട്ടർ എടുക്കുന്നു. ഫസ്റ്റ് ബീക്കറിൽ നമ്മൾ എന്നിട്ട് ഒരു സോഡിയം എന്ന് പറയുമ്പോൾ ചെറിയ സ്മോൾ പീസ് ഓഫ് സോഡിയം നമ്മൾ അതിനകത്ത് ഇടുന്നു, ഡിപ്പ് ചെയ്യുന്നു. രണ്ടാമത്തേൽ നമ്മളൊന്നും ഡിപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ സോഡിയം ഡിപ്പ് ചെയ്യുന്ന സമയത്ത് സോഡിയം എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ളൊരു മെറ്റലാണെന്ന് പറയുന്നത് സോഡിയം എന്ന് പറയുന്നത്. ഓക്കെ, സോഡിയം എന്ന് പറയുന്നത് എന്താണ്? സോഡിയം എന്ന് പറയുന്നത് വളരെ റിയാക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ സോഡിയം എന്ത് ചെയ്യുന്നു? നമ്മൾ വാട്ടറിലേക്ക് ഇടുമ്പോൾ ഇവിടെ ഹൈ റിയാക്ഷൻ നടക്കുന്നു അല്ലേ? ഇവിടെ നന്നായിട്ട് റിയാക്ഷൻ നടക്കുന്നു, ഹൈ റിയാക്ഷൻ. മറ്റതിൽ നമ്മൾ എന്തിടുന്നില്ല? സോഡിയം ഒന്നും ഡിപ്പ് ചെയ്യുന്നില്ല, ഹൈ റിയാക്ഷൻ നടക്കുന്നു. പിന്നീട് നമ്മൾ ഇതിലേക്ക് തന്നെ ഫിനോഫ്തലിൻ എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ഫിനോഫ്തലിൻ എന്ന് പറഞ്ഞാൽ ഒരു പിങ്ക് കളറിലിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പിങ്ക് കളറിലിരിക്കുന്ന ഒരു സൊല്യൂഷനാണ്, ഇതാണ് ഇൻഡിക്കേറ്റർ. സൊല്യൂഷൻ അല്ല, ഒരു ഇൻഡിക്കേറ്റർ എന്ന് വെച്ചാൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആസിഡ് ആണോ ബേസ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ് ഇൻ ദ 2
because we add phenolphthalein. രണ്ട് ഇതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? phenolphthalein ആഡ് ചെയ്യുന്നു. So here we can see the presence of a pink color. ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പിങ്ക് കളർ കാണാൻ പറ്റും. ഇവിടെ പ്രത്യേകിച്ച് റിയാക്ഷൻസ് ഒന്നും നടക്കുന്നില്ല, കാരണം ഇവിടെ നമ്മൾ സോഡിയം ഇട്ടില്ലായിരുന്നു. ഇവിടെ പ്രത്യേകിച്ച് നമ്മളിവിടെയും ഫിനോഫ്തലിൻ ആഡ് ചെയ്യും, പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് റിയാക്ഷൻസ് ഒന്നും കാണുന്നില്ല. എന്തുകൊണ്ടാണ് ഇവിടെ റിയാക്ഷൻ നടന്നത്? അതായത് നമ്മൾ എന്ത് ചെയ്തു? sodium reacts with the alkali formed sodium hydroxide and also the hydrogen gas. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ എന്തായിരുന്നു ആദ്യം? നമ്മൾ സോഡിയം അല്ലേ, സോഡിയം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. സോഡിയം അല്ലേ, സോഡിയം എന്ത് ചെയ്തു? ഇതിലേക്ക് നമ്മൾ വാട്ടറിലേക്ക് സോഡിയവും വാട്ടറും, H2O എന്ന് പറഞ്ഞാൽ വാട്ടർ, Na എന്ന് പറഞ്ഞാൽ സോഡിയം. അപ്പോൾ സോഡിയവും വാട്ടറും തമ്മിൽ കമ്പൈൻ ചെയ്ത് എന്തുണ്ടായി അവിടെ? സോഡിയം ഹൈഡ്രോക്സൈഡ്. ദെയർ ഫോംസ് ദ സോഡിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്തു. ഇൻ ദ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് ദ sodium and water, because here we take the water in the first beaker and we put the dip a small piece of sodium. Sodium എന്ന് പറഞ്ഞാൽ വളരെ ഷൈനിങ് ആയിട്ടുള്ളൊരു മെറ്റലാണ് സോഡിയം എന്ന് പറയുന്നത്. സോ വി ആഡ്, വളരെ ചെറിയൊരു പീസാണ്, സ്മോൾ പീസാണ്. സോ വി ആഡ് സോഡിയം ഹിയർ. നമ്മൾ എന്ത് ചെയ്തു? സോഡിയം ഡിപ്പ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? വളരെ ഹൈ റിയാക്ഷൻ നടന്നു, അവിടെ നന്നായിട്ട് റിയാക്ഷൻ നടന്നപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്തു? ഫിനോഫ്തലിൻ ആഡ് ചെയ്തു. അപ്പം വി ക്യാൻ സീ ദ പ്രസൻസ് ഓഫ് എ പിങ്ക് കളർ ദയർ. ഒരു പിങ്ക് കളർ ഫോം ചെയ്തു. എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ സോഡിയവും വാട്ടറിലേക്കല്ലേ നമ്മൾ സോഡിയം ഡിപ്പ് ചെയ്തത്? സോഡിയവും വാട്ടർ. ഹിയർ സോഡിയം ആൻഡ് വാട്ടർ കമ്പൈൻസ് ടു ഫോം സോഡിയം ഹൈഡ്രോക്സൈഡ് അവിടെ ഫോം ചെയ്തു. അതുപോലെ തന്നെ ഹൈഡ്രജൻ ഗ്യാസും, ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്തു. ഓക്കെ, സോ എന്താണ്? ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ദ സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് ആൻ ആൽക്കലി. സോ in 7th standard you learned about acid. What is acid? Alkali, or otherwise we can say that it is a base. Okay, so sodium hydroxide form ചെയ്തു. The sodium hydroxide is an alkali. അവിടെ ആൽക്കലി ഫോം ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ എന്ത് കളർ കാണിച്ചത്? പിങ്ക് കളർ. ഓക്കെ, സോ ഹിയർ ഈ പിങ്ക് കളർ വന്നത് എന്തുകൊണ്ടാണ്? അവിടെ സോഡിയം ഹൈഡ്രോക്സൈഡ് ആൽക്കലി ഫോം ചെയ്തത് കൊണ്ടാണ് അവിടെ പിങ്ക് കളർ ഉണ്ടായത്. ഹിയർ ദ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് ദെയർ ഫോം sodium hydroxide which is alkali. When phenolphthalein added a pink color formed. Phenolphthalein അത് ആൽക്കലി ആയതുകൊണ്ടാണ് നമ്മൾ ഫിനോഫ്തലിൻ ആഡ് ചെയ്തപ്പം അവിടെ എന്ത് കളർ ഉണ്ടായത്? ഒരു പിങ്ക് കളർ ഉണ്ടായത്. ഓക്കെ, സോ ഇതൊക്കെ എന്താണ്? കെമിക്കൽ ചേഞ്ചസ് ആണ് അല്ലേ? ഇതൊക്കെ എന്ത് ചേഞ്ചസ് ആണ്? ദിസ് ആർ കെമിക്കൽ ചേഞ്ചസ് ആണ് ഇവിടെ നടക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു? വാട്ടറിലേക്ക് സോഡിയം ഡിപ്പ് ചെയ്തു. ദെൻ സോഡിയം ആൻഡ് വാട്ടർ റിയാക്ട്സ് ആൻഡ് ദെയർ ഫോംസ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഹൈഡ്രോക്സൈഡ് ഈസ് ആൻ ആൽക്കലി. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു ആൽക്കലി ആണ്. അതുകൊണ്ടാണ് അവിടെ എന്ത് ഫോം ചെയ്തത്? ഒരു പിങ്ക് കളർ ഫോം ചെയ്തത്. ഓക്കെ, സോ ഇൻ ദിസ് ക്ലാസ് we just discussed about what is physical change and what is chemical change. Physical change എന്താണ്, chemical change എന്താണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. So in the next class we will learn about different types of chemical changes. നമ്മൾ പഠിക്കാൻ പോകുന്നത് chemical changes. ഞാൻ പറഞ്ഞില്ലേ chemical changes എന്ന് പറയുന്നതിന് thermochemical reactions. The chemical changes are of thermochemical reactions, photochemical reactions and electrochemical reactions. അങ്ങനെ 3 റിയാക്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? സോ ദ കെമിക്കൽ ചേഞ്ചസ് വി ക്യാൻ ക്ലാസിഫൈ ഇറ്റ് ആസ് ഏതൊക്കെയായിരുന്നു? ഏതൊക്കെ ചേഞ്ചസ് ആണ്? പിന്നെ കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ദ ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻസ്, ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസ്, പിന്നീട് ഏതാണ്? തെർമോകെമിക്കൽ റിയാക്ഷൻസ്. സോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് we will detailedly learn about that chemical changes. Now we can wind up. Thank you. Assalamu alaikum.